സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലെ വെക്കേഷൻ സമയത്ത്, ഏതാണ്ട് ആ വെക്കേഷൻ ആരംഭിക്കുന്ന സമയത്ത് ഒരു +2 അധ്യാപിക അവളുടെ 5ഉം 7ഉം വയസ്സുള്ള 2 മക്കളെയും കൊണ്ട് ധ്യാനിക്കാനായിട്ട് വന്നു. ധ്യാനം കഴിഞ്ഞതിന് ശേഷം ആ സഹോദരി വലിയ ഒരു കണ്ണീരോടെ എൻ്റെ മുറിയിൽ വന്ന് നിൽക്കുകയാണ്. 2 പിള്ളേരുമുണ്ട്. അവളുടെ കയ്യിൽ ഒരു പേപ്പറുണ്ട്. ആ പേപ്പർ എൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ട് ആ സഹോദരിയുടെ കണ്ണിൽ നിന്നും കണ്ണീര് ധാരയായി ഒഴുകുന്നു. അനുതാപത്തിൻ്റെ കരച്ചിലാണത്. സ്നേഹത്തിൻ്റെ നിറവിൽ നിന്ന് ഒഴുകുന്ന കണ്ണീരാണത്. ആ കണ്ണീർ കണങ്ങൾ എൻ്റെ മേശപ്പുറത്ത് അവൾ വെച്ചതായ ആ പേപ്പറിൻ്റെ മുകളിൽ ഇറ്റിറ്റ് വീഴുകയാണ്. ഞാൻ എൻ്റെ മുറിയിലെ കസേരയിൽ ആ സഹോദരി ഇരുത്തി. ഞാൻ ആശ്വസിപ്പിച്ചതിന് ശേഷം ചോദിച്ചു, എന്താ പറ്റിയത്, എന്താണ് ഈ പേപ്പർ? ആ സഹോദരി എന്നോട് പറയുകയാണ്, അച്ഛാ, ഇത് എൻ്റെ ഭർത്താവുമായിട്ടുള്ള വിവാഹബന്ധത്തിലെ വേർപെടുത്താനായിട്ടുള്ള ഞാൻ ഡൈവേഴ്സിന് വേണ്ടി എഴുതി തയ്യാറാക്കിയ, എനിക്ക് വേണ്ടി വക്കീൽ എഴുതി തയ്യാറാക്കിയ ആ ഡൈവേഴ്സ് പെറ്റീഷനാണിത്. ഇതുകൊണ്ടാണ് ഞാൻ ധ്യാനിക്കാൻ വന്നത്. ആ സഹോദരി അവളുടെ ദാമ്പത്യ ജീവിതത്തിലെ വേദനയുടെ കഥ എൻ്റെ മുമ്പിൽ തുറക്കുകയാണ്. ആ സഹോദരി പറഞ്ഞു, കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ പിണങ്ങിക്കഴിയുകയാണ്. എൻ്റെ ഭർത്താവ് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ബാങ്ക് ഉദ്യോഗസ്ഥനായ എൻ്റെ ഭർത്താവ് ആ ബാങ്കിലെ ഒരു ജീവനക്കാരിയുമായിട്ട് ഒരു തെറ്റായ ബന്ധം ഉണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നി. അങ്ങനെ തോന്നിയത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു. അതിൻ്റെ പേരിൽ പലപ്പോഴും ഞങ്ങൾ വഴക്കുകൂടി. ഈ വഴക്ക് നീണ്ട നാളത്തെ പരസ്പരം സംസാരിക്കാത്ത ഒരു ജീവിതമായി ഒരേ വീട്ടിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. അത് കൂടുതൽ വർദ്ധിച്ചു. അവസാനം കലഹിച്ച് ഞങ്ങൾ 2 പേരും തമ്മിൽ പിരിഞ്ഞു. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇടയ്ക്കൊക്കെ മക്കളെ അദ്ദേഹം വിളിക്കാറുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തെ വിളിക്കാറില്ല, അദ്ദേഹം എന്നെയും വിളിക്കാറില്ല. അങ്ങനെ ദാമ്പത്യ ജീവിതം കഴിഞ്ഞ 5 വർഷമായിട്ട് തകർന്ന ഒരു അവസ്ഥയിൽ പൂർണ്ണമായും ഇങ്ങനെയുള്ള ഒരു ഭർത്താവിനെ ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന ഒരു തീരുമാനത്തോടു കൂടി ഞാൻ ഒരു വക്കീലിനെ പോയി കണ്ടു. അതിൻ്റെ ഡൈവേഴ്സിനുള്ള പെറ്റീഷൻ തയ്യാറാക്കി. ഞാൻ ഈ പെറ്റീഷനുമായിട്ട് കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ 2 മക്കളെയും കൊണ്ട് ധ്യാനിക്കാൻ വന്നതാണ്. ഞാൻ നല്ലൊരു വിശ്വാസിയാണ്. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും. സാധാരണ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയ്ക്ക് പോകും, മക്കളെ വേദപാഠത്തിന് വിടും. ഇങ്ങനെയൊക്കെ ഒരു ആത്മീയത എന്നിലുള്ളത് കൊണ്ട് ഏതായാലും പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ചതല്ലേ, അതേ വിവാഹം വേർപെടുത്താനായിട്ട് കോടതിയിൽ കേസ് കൊടുക്കുന്നതിന് മുമ്പ് ഈ പെറ്റീഷനുമായി എൻ്റെ നൊമ്പരവുമായി ഡിവൈനിൽ വന്ന് ഒരാഴ്ച ധ്യാനം കൂടിയിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്ന പെറ്റീഷൻ ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് നടത്തി വിജയപ്രദമായി തീരണം. അതിനുവേണ്ടിയാണ്, ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ധ്യാനിക്കാൻ വന്നത്. എന്നാൽ വിവാഹബന്ധം വേർപെടുത്തണം, ഈ വേർപെടുത്താനായിട്ടുള്ള എല്ലാത്തിൻ്റെയും കാരണക്കാരൻ എൻ്റെ ഭർത്താവ് മാത്രമാണ് എന്ന് ചിന്തിച്ച് ആ ബന്ധം വേർപെടുത്താനുള്ള പെറ്റീഷനുമായിട്ട് വന്ന ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം എന്നെ പഠിപ്പിച്ചു തന്നു. ഞാൻ സംബന്ധിച്ച ശുശ്രൂഷകള്, ഞാൻ അർപ്പിച്ച വിശുദ്ധ കുർബാനകള്, ഞാൻ സ്തുതിച്ച ആരാധനകള്, അതിലൂടെ എല്ലാം കർത്താവ് എൻ്റെ ഉള്ളിൽ ഓരോ പ്രാവശ്യവും പറഞ്ഞു തരുന്നു, അയാള് നിരപരാധിയാണ്,
നീ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അച്ഛാ, എനിക്ക് ഈ ധ്യാനത്തിലൂടെ മനസ്സിലായ 2 കാര്യം. ഒന്ന്, എൻ്റെ ഭർത്താവിനെ ഞാൻ മനസ്സിലാക്കിയില്ല. എൻ്റെ ഭർത്താവിനെ ഞാൻ മനസ്സിലാക്കാത്തതിനാൽ, ഞാൻ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചതിനാൽ, ആ തെറ്റിദ്ധാരണയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ അകലാൻ, ഈ അവസ്ഥയിൽ വന്ന് നിൽക്കാൻ കാരണമായി തീർന്നത്. 2, ഞാൻ ധ്യാനത്തിൽ ദൈവത്തെ മനസ്സിലാക്കി. ദൈവത്തെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ, എനിക്ക് കർത്താവ് തന്ന ഭർത്താവ് ബന്ധം വേർപെടുത്താൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം തെറ്റിദ്ധാരണയുടെ അവസ്ഥയുണ്ടാകുന്നോ, ഈ തെറ്റിദ്ധാരണയുടെ അവസ്ഥ എന്നെ പരിശോധിക്കാനായിട്ട് കർത്താവ് അനുവദിക്കുന്നതാണ്. ഭർത്താവല്ല കാരണക്കാരൻ. ഭർത്താവിനെ തന്ന കർത്താവ് അനുവദിക്കുന്നത് ഞാൻ ബന്ധം വേർപെടുത്താനായിട്ടല്ല, മറിച്ച് കർത്താവിനോട് കൂടുതൽ കൂടുതൽ അടുത്തിട്ട്, കർത്താവിൽ നിന്ന് കൂടുതൽ ചൈതന്യം സ്വീകരിച്ചിട്ട്, ഭർത്താവിൻ്റെ കുറവുകളെ കർത്താവിനോട് ലഭിക്കുന്ന കൃപ കൊണ്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നോട് ഈ കാര്യങ്ങൾ മുഴുവൻ ആ സഹോദരി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് വലിയൊരു ആശ്വാസം കിട്ടി. ഞാൻ അങ്ങനെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുന്നു, കണ്ണീര് തുടയ്ച്ചു, അവളുടെ മുഖം പ്രസന്നമായി. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, ഞാൻ എന്താ ഇതിനകത്ത് ചെയ്യേണ്ടത്? അച്ഛാ, ഒരു കാര്യം, അച്ഛനകത്ത് ഇടപെടണം. എൻ്റെ ഭർത്താവിനൊന്ന് വിളിപ്പിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അച്ഛനൊന്ന് ഭർത്താവിനോട് പറയണം. പ്രിയപ്പെട്ടവരെ, ആ സഹോദരിയുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ധ്യാനത്തിന് ഇവിടെ കൊണ്ടുവന്നതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവരെ പൂർണ്ണമായും നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ട് ഈ ധ്യാനത്തിലൂടെ ഇടപെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, ഇതൊരൊറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. എല്ലാ ആഴ്ചയിലും ഇതുപോലെ അനേകായിരങ്ങളെ തകർന്ന ബന്ധത്തിൽ നിന്ന് സ്നേഹത്തിൽ കൂട്ടിയോജിപ്പിക്കുന്ന, പാപത്തിൻ്റെയും ദുശീലത്തിൻ്റെയും അവസ്ഥകളിൽ നിന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്ന അനേകം സംഭവങ്ങളാണ് ഓരോ ആഴ്ചയിലും ഓരോ വ്യക്തികൾക്ക് നൽകി കർത്താവ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ വചന ശുശ്രൂഷയിലൂടെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഈ ആഴ്ചയിൽ സംഭവിച്ചത്. ആ സംഭവിച്ച കാര്യമാണ് ആ സഹോദരി എൻ്റെ അടുക്കൽ ഒന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ ഇവളെ കേട്ടതിന് ശേഷം ഞാൻ അവളോട് പറഞ്ഞു, നീ ഗസ്തമനിൽ അത് 24 മണിക്കൂറും വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ലോകം മുഴുവനും, പ്രത്യേകിച്ച് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന 7 ഭാഷകളുടെ ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയാണ്. ആ ആരാധനയിൽ നീ ഏതാണ്ട് ഒരു 2 മണിക്കൂർ പോയിരിക്കും. അതിനുശേഷം നീ എൻ്റെ അടുക്കിലേക്ക് വരിക. ഞാൻ അപ്പോൾ ഭർത്താവിനോട് സംസാരിച്ച് കാര്യങ്ങൾ നിനക്ക് അനുകൂലമാകുന്ന രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഞാൻ അവളെ പ്രാർത്ഥിച്ച് ആരാധനയ്ക്കായി വിട്ടു. ഞാൻ അവളുടെ ഭർത്താവിന് വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു സത്യം അറിയണം. ഇവിടെ ഒരാഴ്ച ദൈവത്തിന് മുമ്പിലിരുന്ന് കഴിഞ്ഞ 5 വർഷമായി അകന്നു നിന്നിരുന്ന കുടുംബ ബന്ധത്തിൽ ആ അകൽച്ചയിൽപ്പെട്ട ഭാര്യയെ ദൈവത്തിന് മുമ്പിലേക്ക് കർത്താവ് കൊണ്ടുവന്ന് ഭാര്യയിൽ മാനസാന്തരം ഉണ്ടാക്കിയപ്പോൾ ഈ മാനസാന്തരത്തിന്റെ ഫലം വീട്ടിലായിരുന്ന, ജോലിക്ക് പോയിരുന്ന ഭർത്താവിലും അതേ സമയത്ത് തന്നെ കർത്താവ് പ്രവർത്തിച്ചു. എൻ്റെ ആ സഹോദരനെ ഫോൺ വിളിച്ചപ്പോൾ ആദ്യം അല്പം ഈ ഭാര്യനെ കുറിച്ച് കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിച്ചെങ്കിലും അയാള് സംസാരം അവസാനം നിർത്തിയത് ഇങ്ങനെയാണ്: അച്ഛാ, എൻ്റെ ഭാര്യ നിരപരാധിയാണ്. എൻ്റെ ഭാര്യ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ആ സ്നേഹത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാതെ പോയതാണ്
കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ച തെറ്റ്, എന്നെ തെറ്റിദ്ധാരണയുടെ പേരിൽ ആരോപിച്ചപ്പോഴും അതിൻ്റെ പേരിൽ പല വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചപ്പോഴും അവിടെയെല്ലാം ഞാൻ എൻ്റെ ഭാര്യനെ മനസ്സിലാക്കണമായിരുന്നു. പക്ഷേ എൻ്റെ കുടുംബജീവിതത്തിലെ വീഴ്ചയുടെ പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് എൻ്റെ ഭാര്യയെ കർത്താവ് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ആ മനസ്സിലാക്കലിൽ വന്ന വീഴ്ചയാണ് കഴിഞ്ഞ 5 വർഷമായി ഞങ്ങൾ അകന്നിരിക്കാൻ കാരണം. അവള് എന്നോട് വാശി പിടിച്ചപ്പോൾ ഞാൻ വാശി പിടിച്ചു. അങ്ങനെ സാത്താൻ ഞങ്ങളുടെ ഉള്ളിൽ വെച്ച ഈ വാശിയും വെറുപ്പുമാണ് ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് അകന്നു കഴിയാൻ കാരണമായി തീർന്നത്. ആ സഹോദരൻ ഇതെല്ലാം കേട്ട ശേഷം ഞാൻ അയാളോട് പറഞ്ഞു, ഭാര്യയും 2 മക്കളും കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനിക്കുകയായിരുന്നു, ഇപ്പോൾ എൻ്റെ അടുക്കലുണ്ട്. സഹോദരൻ നാളെ മുതൽ ആരംഭിക്കുന്ന ധ്യാനത്തിലേക്ക് വരിക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ബാങ്ക് ഉദ്യോഗസ്ഥൻ 2 ആഴ്ചത്തേക്ക് ലീവ് എടുത്തു. എന്നിട്ട് ധ്യാനത്തിന് വന്നു. ഞാൻ ആ ഭാര്യയെയും 2 മക്കളെയും അങ്ങനെ കുടുംബത്തെ മുഴുവൻ പിറ്റേ ദിവസം മുതലുള്ള ധ്യാനത്തിൽ സംബന്ധിപ്പിച്ചു. അവർ വലിയ സന്തോഷമായി. ആ കഴിഞ്ഞ 5 വർഷമായിട്ട് അകന്നു നിന്ന കുടുംബ ബന്ധം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടുതൽ സമൃദ്ധിയിൽ കൂട്ടിയോജിപ്പിച്ചു. എന്നിട്ട് 2 ആഴ്ചത്തേക്ക് ലീവെടുത്ത ആ ഭർത്താവ് വീണ്ടും ആ 2 ആഴ്ച 2 മാസമാക്കി. എന്താണെന്നറിയോ? ആ മക്കൾക്കും ഭാര്യയ്ക്കും വെക്കേഷൻ സമയം, അവധിയുടെ സമയമാണ്. ഈ 2 മാസം ആ ഭാര്യയും ഭർത്താവും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ധ്യാനിക്കാനായിട്ട് വരുന്ന സമയമാണ് വെക്കേഷൻ സമയം. ഈ വെക്കേഷൻ സമയത്ത് തൻ്റെ കുട്ടികളെയും അതുപോലെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പ്രേക്ഷിതരായിട്ടുള്ള അനേകം പാവപ്പെട്ട കുട്ടികളുണ്ട്, പഠന മേഖലയിൽ പിന്നോട്ടുള്ള കുട്ടികൾ, ആ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുകയും അതുപോലെ ഭർത്താവ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ സഹായിക്കാൻ സാധിക്കുന്ന മേഖലകളിൽ 2 മാസം ആ കുടുംബം ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം അവർ വീട്ടിലേക്ക് തിരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കുറേ നാളുകളായി വലിയ സന്തോഷത്തിലും സമാധാനത്തിലും കഴിയുന്ന ഒരു കുടുംബം. മാത്രമല്ല, സാധിക്കുന്നിടത്തോളം അവരുടെ ആ ജോലി മേഖലയിലുള്ള സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, ബാങ്ക് ഉദ്യോഗസ്ഥരെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനിക്കാനായിട്ട് പറഞ്ഞുവിടുന്നു, സുവിശേഷ വേല ചെയ്യുന്നു. ഈ ദമ്പതികളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ 5 വർഷമായിട്ട് അകന്നിരിക്കാൻ എന്താ കാരണം? തകർന്ന അവസ്ഥയുമായിട്ട് കഴിയാൻ എന്താ കാരണം? അവരുടെ 2 പേരുടെയും സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട 2 കാര്യമാണ്. ഒന്ന്, അവർ ദൈവത്തെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു. 2, പരസ്പരം മനസ്സിലാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു. ജീവിതം സന്തോഷപ്രദവും സമാധാനപ്രദവും ആനന്ദപ്രദവും വിജയപ്രദവുമായി തീരണമെങ്കിൽ എന്നും എപ്പോഴും 2 കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ നിറയണം. ഒന്ന്, ഞാൻ ദൈവത്തെ മനസ്സിലാക്കണം. 2, ഞാൻ മനുഷ്യരെ മനസ്സിലാക്കണം. ദൈവത്തെ മനസ്സിലാക്കും തോറും ഞാൻ ദൈവത്തോട് കൂടുതൽ അടുക്കും. ദൈവത്തെ മനസ്സിലാക്കും തോറും ഞാൻ ദൈവത്തോട് കൂടുതൽ അടുക്കും. ഞാൻ ദൈവത്തോട് കൂടുതൽ അടുത്താൽ ദൈവം എന്നെ അനുഗ്രഹിക്കും. ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ എൻ്റെ ജീവിതം ഓരോ ദിവസവും ആനന്ദപ്രദമായി തീരും. ശ്രദ്ധിക്കണം, എനിക്ക് ശരീരത്തിൽ രോഗം കർത്താവ് അനുവദിക്കുന്നത് ഈ രോഗിയായ നിന്നെ കർത്താവ് സ്നേഹിക്കാത്തത് കൊണ്ടല്ല, ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ല, പരിഗണിക്കാത്തത് കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ട് ശരീരത്തിൽ രോഗം അനുവദിക്കുന്നു? ശരീരത്തിൽ രോഗം അനുവദിക്കുന്നത് ഈ രോഗം അനുവദിക്കുന്നതിന് മുമ്പ് കർത്താവ് നിന്നെ സ്നേഹിച്ചതിനേക്കാൾ അധികമായി രോഗത്തിൽ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ രോഗത്തിൽ എന്നെ കർത്താവ് സ്നേഹിക്കുന്നു എന്ന് നീ മനസ്സിലാക്കിയാൽ, സഹനത്തിൽ എന്നെ കർത്താവ് സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ, തകർച്ചയിൽ എന്നെ കർത്താവ് സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ, ജീവിതത്തിലെ പ്രതിസന്ധികളിൽ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ, ഈ മനസ്സിലാക്കുന്ന ഞാൻ എന്ത് ചെയ്യണം? ഈ അവസ്ഥയിൽ എൻ്റെ കർത്താവിനോട് കൂടുതൽ ഞാൻ അടുക്കണം. രോഗത്തിൽ എന്നെ കർത്താവ് കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ രോഗിയായി ഞാൻ കർത്താവിനോട് കൂടുതൽ അടുക്കും. രോഗിയായി ഞാൻ കർത്താവിനോട് കൂടുതൽ അടുത്താൽ
ആ രോഗാവസ്ഥയിൽ കർത്താവ് എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. രോഗാവസ്ഥയിൽ കർത്താവ് എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ ആ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് രോഗം സൗഖ്യമായി മാറും, അല്ലെങ്കിൽ ആ രോഗം അനുഗ്രഹമായി മാറും. രോഗം അനുഗ്രഹമായി മാറുക എന്ന് പറഞ്ഞാൽ ആ രോഗം നീ ഏതെല്ലാം രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു, ആ കാഴ്ചവെക്കുന്നത് വഴിയായിട്ട് അവർക്ക് സൗഖ്യം കിട്ടുന്നു. ഏതെല്ലാം പാപികളുടെ മാനസാന്തരത്തിന് കാഴ്ചവെക്കുന്നു, അവർക്ക് മാനസാന്തരം ഉണ്ടാകുന്നു. നീ ഏതെല്ലാം തകർന്ന കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു, നിന്റെ രോഗം മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്നതിനാൽ അവരിൽ രക്ഷ നിന്നിലൂടെ കർത്താവ് നൽകും. ഈ നൽകുന്നതിനെയാണ് രോഗത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, കർത്താവിനെ മനസ്സിലാക്കും തോറും കർത്താവിനോട് കൂടുതൽ കൂടുതൽ അടുക്കും. കർത്താവിനോട് കൂടുതൽ കൂടുതൽ അടുക്കും തോറും കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും തോറും നിന്റെ ജീവിതം ഓരോ നിമിഷവും ആനന്ദപ്രദമായി തീരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ മനസ്സിലാക്കും തോറും നിനക്ക് മനുഷ്യരെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യരെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കും തോറും നിന്റെ ഉള്ളിൽ ഒരു കാര്യം പഠിപ്പിച്ചു തരും ആ മനുഷ്യൻ. അതാരാകാം? നീ കുറ്റപ്പെടുത്തുന്നു, സ്നേഹിക്കുന്നില്ല, അംഗീകാരം തരുന്നില്ല, ബഹുമാനിക്കുന്നില്ല എന്ന് പറയുന്ന നിന്റെ ജീവിത പങ്കാളി നിരപരാധിയാണ് എന്ന തിരിച്ചറിവിലേക്ക് വരും. ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കും തോറും ദൈവം തന്ന മനുഷ്യ വ്യക്തികൾ നീ അന്ന് വരെ അവരെ ഏത് കണ്ണുകൊണ്ടാണോ കണ്ടത് ആ കാഴ്ച മാറും. പിന്നെയോ നിന്നിൽ ആ കാഴ്ചയിൽ നിനക്കൊരു ഉൾക്കാഴ്ച കിട്ടും. ആ ഉൾക്കാഴ്ചയാണ് മനുഷ്യരെ നിരപരാധിയാണ് എന്നുള്ള ഉൾക്കാഴ്ച. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈശോ ഏറ്റവും കൂടുതൽ പിതാവിനെ മനസ്സിലാക്കി. ഈശോ ഏറ്റവും കൂടുതൽ മനുഷ്യരെ മനസ്സിലാക്കി. ഈശോ പിതാവിനെ മനസ്സിലാക്കിയപ്പോൾ തെറ്റ് ചെയ്യാത്ത തന്നെ കുറ്റക്കാരനായി ഈ പീലാത്തോസ് വിധിക്കുന്ന പീലാത്തോസ് അല്ല, മറിച്ച് പിതാവാണ് അനുവദിച്ചത്. ഇത് കിട്ടാൻ കാരണം നമ്മൾ കാണുന്നു ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 42-ാം തിരുവചനം. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. പിതാവ് അനുവദിക്കുന്നതിനെല്ലാം ആനന്ദത്തോടെ സ്വീകരിക്കണമെങ്കിൽ പിതാവിനെ മനസ്സിലാക്കണം. യേശു പിതാവിനെ മനസ്സിലാക്കി. പിതാവിനെ മനസ്സിലാക്കിയപ്പോൾ പിതാവ് അനുവദിച്ചതെല്ലാം ആനന്ദമായി സ്വീകരിച്ചു. എന്താ ആനന്ദമായി സ്വീകരിക്കാൻ കാരണം? കുറ്റം ചെയ്യാത്തവനെ കുറ്റക്കാരനായി വിധിക്കുന്ന ഈ പീലാത്തോസ് നിരപരാധിയാണെന്ന് കാണാൻ. അപ്പോൾ പിതാവിനെ മനസ്സിലാക്കിയപ്പോൾ മനുഷ്യന് നിരപരാധിയാണെന്ന് യേശുവിന് കാണാൻ പറ്റി, യേശുവിന് സ്വീകരിക്കാൻ പറ്റി. അപ്പോൾ മുഖത്ത് തുപ്പിയവൻ നിരപരാധിയാണ്, കരണത്തടിച്ചവൻ നിരപരാധിയാണ്, കുരിശിൽ തറച്ചവൻ നിരപരാധിയാണ്. എന്താ കാരണം? ഇവരാരും വിചാരിച്ചാൽ എന്നെ കുറ്റം വിധിക്കാൻ പറ്റിയല്ല, എന്നെ കളിയാക്കാൻ പറ്റിയല്ല, എന്നെ അപമാനിക്കാൻ പറ്റിയല്ല, എൻ്റെ മുഖത്ത് തുപ്പാൻ പറ്റിയല്ല, എൻ്റെ കരണത്തടിക്കാൻ പറ്റിയല്ല, എന്നെ കുരിശിൽ തറയ്ക്കാൻ പറ്റിയല്ല. ഇത് സംഭവിക്കുന്നുവെങ്കിൽ പിതാവ് അനുവദിച്ചതാ. അപ്പോൾ യേശു പിതാവിനെ മനസ്സിലാക്കിയപ്പോൾ മനുഷ്യരെല്ലാം നിരപരാധികളാണെന്ന് കാണാൻ പറ്റി. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ കർത്താവ് കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും കുടുംബജീവിതത്തിന്റെ അവസാന നിമിഷം വരെ, മരണം വരെ സന്തോഷത്തിലും സമാധാനത്തിലും ആനന്ദത്തിലും കഴിയണം. ഭൂമിയിൽ സ്വർഗം എന്താണ് എന്ന് കാണിച്ചു കൊടുക്കണം. ഈ ഭൂമിയിൽ സ്വർഗം പണിയാനായിട്ട് കർത്താവ് കൂട്ടിയോജിപ്പിച്ച ഭാര്യയും ഭർത്താവും സ്നേഹത്തിൻ്റെയും പരസ്പര സമർപ്പണത്തിൻ്റെയും പരിശുദ്ധിയുടെയും പൂർണ്ണതയിൽ സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഓരോ കുഞ്ഞും ഭൂമിയിലെ സ്വർഗത്തിൽ ജനിക്കണം, ഭൂമിയിലെ സ്വർഗത്തിൽ വളരണം. ആ മക്കൾ ഭൂമിയിൽ ദൈവരാജ്യം പണിയാൻ കാരണമായി തീരണം. ഇതാണ് വിവാഹം എന്ന കൂനാശയുടെ കർത്താവ് കൂട്ടിയോജിപ്പിക്കുന്ന ഓരോ ഭാര്യയിലും ഭർത്താവിൽ നിന്നും ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഈ ആഗ്രഹത്തോടു കൂടി കൂട്ടിയോജിപ്പിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ അവിടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അത് കർത്താവ് അനുവദിക്കുന്നതാ. തെറ്റിദ്ധാരണകളും കുറ്റവിധികളും കർത്താവ് അനുവദിക്കുന്നതാ.
അത് മനസ്സിലാക്കണം. എന്താ? എന്നെ സ്നേഹിക്കാത്ത ഒരു വാക്ക് എൻ്റെ ഭാര്യയിൽ നിന്ന് വന്നാൽ ഞാൻ മനസ്സിലാക്കണം, ഈ വാക്ക് ഭാര്യയിൽ നിന്നല്ല, മറിച്ച് ഈ ഭാര്യ ഇങ്ങനെ പറയാൻ എൻ്റെ കർത്താവ് അനുവദിക്കുന്നതാ. എന്തിനാ കർത്താവ് അനുവദിക്കുന്നത്? നീ ഭാര്യയുടെ വാക്കുകൊണ്ട് നിന്റെ മനസ്സ് മുറിയാനല്ല, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുറ്റപ്പെടുത്തൽ കൊണ്ട് നിന്റെ മനസ്സ് മുറിയാനല്ല, മറിച്ച് ഈ കുറ്റപ്പെടുത്തലും ഈ കളിയാക്കലും നിനക്ക് കർത്താവ് തന്ന ഈ ജീവിത പങ്കാളിയെ, ആ ജീവിത പങ്കാളിയിൽ നിന്ന് ഉണ്ടാകുന്ന കുറ്റപ്പെടുത്തലും അപമാനവും സ്നേഹക്കുറവും എല്ലാം നിനക്ക് കർത്താവ് തന്ന ഈ വ്യക്തിയെ തന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അവളിലൂടെ അവനിലൂടെ ഉണ്ടായ കുറ്റപ്പെടുത്തലിനെ കളിയാക്കലിനെ കൊടുത്തെങ്കിൽ മാത്രമേ അതിനെ ഓരോ ദിവസവും അനുഗ്രഹമാക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയാണ് ഈ ഭാര്യ, ഈ ഭർത്താവ് എന്നെ ഇങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയാലേ എനിക്ക് ജീവിത പങ്കാളിയെ നിരപരാധിയായി കാണാൻ പറ്റുള്ളൂ, അപ്പനെയും അമ്മയെയും നിരപരാധിയായി കാണാൻ പറ്റുള്ളൂ, അധികാരിയെ നിരപരാധിയായി കാണാൻ പറ്റുള്ളൂ. എൻ്റെ ജോലി മേഖലയിൽ എന്നെ സഹപ്രവർത്തകർ കുറ്റപ്പെടുത്തുമ്പോൾ, അധികാരികൾ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ കുറ്റപ്പെടുത്തുന്ന സഹപ്രവർത്തകരിലേക്കല്ല, അധികാരികളിലേക്കല്ല ഞാൻ നോക്കേണ്ടത്, മറിച്ച് ഞാൻ കർത്താവിലേക്ക് നോക്കണം. എന്താ കാരണം എന്നറിയാവോ? ഈ സഹപ്രവർത്തകരെ എനിക്ക് തന്നത് കർത്താവാണ്, ഈ അധികാരിനെ എനിക്ക് തന്നത് കർത്താവാണ്. ആ കർത്താവാണ് തന്നതെങ്കിൽ ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുന്നത് കർത്താവ് അനുവദിക്കുന്നുണ്ടെങ്കിൽ, അനുവദിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ആ അനുവദിക്കുന്നതിനെ കൊടുത്താൽ എനിക്ക് എൻ്റെ ജോലി മേഖലയിൽ കർത്താവ് കൂടുതൽ ഉയർച്ച തരും, എൻ്റെ ജോലി മേഖലയിൽ കർത്താവ് കൂടുതൽ സമൃദ്ധി തരും. ഈ തിരിച്ചറിവ് എന്നിൽ ഉണ്ടാകുമ്പോഴാണ് അപ്രകാരം ചെയ്ത പ്രവർത്തിച്ച വ്യക്തികളെ നിരപരാധിയായി കാണാൻ സാധിക്കുന്നത്. മനുഷ്യ വ്യക്തികളെ നിരപരാധിയായി കാണുന്ന, മനസ്സിലാക്കുന്ന മനോഭാവം ഞാൻ സ്വീകരിച്ചെങ്കിലേ എന്നിൽ വളർച്ച ഉണ്ടാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സുവിശേഷം പഠിക്കുമ്പോൾ യേശുക്രിസ്തു എല്ലാവരെയും മനസ്സിലാക്കി, പാപിയെ മനസ്സിലാക്കി. യേശു പാപികളെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു പാപിയും യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്ന പാപികളാരും പാപികളായിട്ട് തിരിച്ചു പോയില്ല. അവരെല്ലാം മാനസാന്തരപ്പെട്ട് സന്തോഷത്തോടെ തിരിച്ചു പോകാൻ കാരണം യേശു പാപികളെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്ന രോഗികളാരും രോഗികളായിട്ട് തിരിച്ചു പോയില്ല. അവരെല്ലാം സൗഖ്യം പ്രാപിച്ച് സന്തോഷത്തോടെ തിരിച്ചു പോയത് കാരണം യേശു രോഗികളെ മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കാണും മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 46 മുതൽ 52 വരെയുള്ള തിരുവചനത്തിൽ ജെറിക്കോയിലൂടെ യേശു കടന്നു പോകുമ്പോൾ വഴിയരികിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന പൊട്ടക്കണ്ണൻ ബർത്തിമേവൂസ്, കണ്ണുള്ള ജനക്കൂട്ടം, യേശുവിൻ്റെ പിന്നാലെ പോകുന്ന ജനക്കൂട്ടം ഈ പൊട്ടക്കണ്ണനെ, കാഴ്ചശക്തിയില്ലാത്തവനെ, അവനെ കളിയാക്കി. ദാവീദിന്റെ പുത്രനായ യേശുവേ, എൻ്റെ മേൽ കനിയണമേ എന്ന് അവൻ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ആ വിളിച്ചു പ്രാർത്ഥിച്ചവനെ കണ്ണുള്ളവർ കളിയാക്കി. പക്ഷേ അവൻ ഒരു കാര്യം മനസ്സിലാക്കി. നിങ്ങൾ അറിയണം, ആ പൊട്ടക്കണ്ണൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്നറിയാവോ? എന്നെ മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞ് ശകാരിക്കുന്ന ഈ ജനക്കൂട്ടം എന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എന്നാൽ ഇവരുടെ മുമ്പേ പോകുന്ന എൻ്റെ ഗുരു, എൻ്റെ ദൈവം, അവൻ മനസ്സിലാക്കുന്നവനാ. അപ്പോൾ മനസ്സിലാക്കാത്ത ജനക്കൂട്ടത്തിൻ്റെ കളിയാക്കലിന് വകവയ്ക്കാതെ മനസ്സിലാക്കുന്ന ദാവീദിന്റെ പുത്രനായ യേശു, അവൻ കേൾക്കുവോളം ഇവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മനസ്സിലാക്കൽ പരിഗണിക്കാൻ വേണ്ടിയാ, ദൈവത്തിൻ്റെ മനസ്സിലാക്കൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാ, ദൈവത്തിൻ്റെ മനസ്സിലാക്കൽ അംഗീകരിക്കാൻ വേണ്ടിയാ. ഞാനും നിങ്ങളും ഒരു സത്യം മനസ്സിലാക്കണം. എപ്പോഴെല്ലാമാണോ ഞാൻ ആഗ്രഹിച്ചിട്ട് എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കാത്തത്, എന്നെ അംഗീകരിക്കാത്തത്, എന്നെ പരിഗണിക്കാത്തത്, എന്നെ ശ്രദ്ധിക്കാത്തത്, അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഇത് ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത അവരോട് ആരിലേക്ക് നോക്കി മനസ്സുമെടുക്കണ്ട, ഒരു തിരിച്ചറിവുണ്ടാകുക. എന്താ തിരിച്ചറിവെന്നറിയാവോ? മനുഷ്യ വ്യക്തികൾ നൽകാത്ത പരിഗണനയും അംഗീകാരവും പ്രോത്സാഹനവും ശ്രദ്ധയും എല്ലാം എൻ്റെ ദൈവം എനിക്ക് തരും, എൻ്റെ ദൈവം എനിക്ക് തരുമെന്ന് നീ വിശ്വസിച്ചാൽ മാത്രം പോരാ,
അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ആ തരുന്ന ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ളതാണ് നീ ദൈവത്തെ മനസ്സിലാക്കി എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനക്കൂട്ടം കണ്ണുള്ളവർ പൊട്ടക്കണ്ണനെ കളിയാക്കിയപ്പോൾ, ശകാരിച്ചപ്പോൾ അവൻ മനസ്സിലാക്കി, ഇവര് എന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, ഇവരുടെ മുമ്പേ പോകുന്ന ദൈവത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്നെ കളിയാക്കുന്നത്. അതുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നവനെ ഞാൻ വിളിക്കും. കൂടുതൽ ഉച്ചത്തിൽ അവൻ വിളിച്ചു. വചനം സാക്ഷ്യപ്പെടുത്തുന്നു, നടന്നു പോയിക്കൊണ്ടിരുന്ന യേശു അവിടെ നിന്നു. എന്നിട്ട് അവനെ കളിയാക്കിയ ജനക്കൂട്ടത്തോട് തന്നെ പറയുകയാണ് ആ പൊട്ടക്കണ്ണനെ വിളിക്കുക. എന്താ സംഭവിച്ചത്? ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ അവർക്ക് ലഭിക്കാത്ത പരിഗണന ആ പൊട്ടക്കണ്ണന് കിട്ടി. ഞാനും നിങ്ങൾ മനസ്സിലാക്കണം, ചില രോഗങ്ങളും ചില വേദനകളും ചില നഷ്ടങ്ങളും ചില തകർച്ചകളും കർത്താവ് അനുവദിക്കുന്നത് മറ്റുള്ളവർക്ക് ആർക്കും ലഭിക്കാത്ത പരിഗണന നിനക്ക് പ്രത്യേകമായി കർത്താവിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയാണ്, കർത്താവിൽ നിന്ന് തരുന്നതിന് വേണ്ടിയാണ് എന്ന തിരിച്ചറിവുണ്ടായാലേ എനിക്ക് അതിൽ കൂടുതൽ കൂടുതൽ അനുവദിക്കുന്ന കർത്താവിനോട് അടുക്കാൻ പറ്റുള്ളൂ, അനുവദിക്കുന്ന കർത്താവിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. യേശു തന്നെ പരിഗണിച്ചു എന്ന തിരിച്ചറിവ് ആ പൊട്ടക്കണ്ണനുണ്ടായപ്പോൾ അവൻ അന്ന് വരെ ധരിച്ചിരുന്ന പുറംകുപ്പായം ദൂരെ വലിച്ചെറിഞ്ഞു. അതാണ് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 50-ാം തിരുവചനം രേഖപ്പെടുത്തുന്നത്. ആ പൊട്ടക്കണ്ണൻ ധരിച്ചിരുന്ന പുറംകുപ്പായം ദൂരെ വലിച്ചെറിഞ്ഞു. അവൻ വലിച്ചെറിഞ്ഞ ആ പുറംകുപ്പായം അതൊരു പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകം? അന്ന് വരെ യേശുവിനെ കാണാനും യേശുവിനെ സ്വന്തമാക്കാനും യേശുവിനെ അനുഭവിക്കാനും അവൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം തടസ്സങ്ങളാണ് ഉണ്ടായിരുന്നത്? അത് പാപത്തിൻ്റെ തടസ്സമാകാം, ലോകസുഖത്തിൻ്റെ തടസ്സമാകാം, സ്വാർത്ഥതയുടെ തടസ്സമാകാം, അഹങ്കാരത്തിൻ്റെ തടസ്സമാകാം, വിദ്വേഷത്തിൻ്റെ തടസ്സമാകാം. ഇങ്ങനെ ഏതെല്ലാം തടസ്സമാണ് ഉണ്ടായിരുന്നത്? ഇതാ ആ സകല തടസ്സങ്ങളും അവൻ എന്തെന്നേക്കുമായി ദൂരെ വലിച്ചെറിഞ്ഞപ്പോൾ അവന്റെ പൊട്ടക്കണ്ണ് തുറക്കാതെ തന്നെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു, അവൻ കുതിച്ച് ചാടി യേശുവിന്റെ അടുക്കലെത്തി. പൊട്ടക്കണ്ണ് തുറക്കാതെ തന്നെ പുറംകുപ്പായത്തെ വലിച്ചെറിഞ്ഞപ്പോൾ കുതിച്ച് ചാടാനുള്ള, യേശുവിന്റെ അടുക്കലെത്താനുള്ള ശക്തി, കാഴ്ച, ധൈര്യം അവന് കിട്ടി. സഹോദര സഹോദരി, അതിനാൽ ഞാനും നിങ്ങളും ഒരു തിരിച്ചറിയണം, എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ അടുക്കലെത്തണമെങ്കിൽ, ദൈവത്തെ അനുഭവിക്കണമെങ്കിൽ, ദൈവത്തെ സ്വന്തമാക്കണമെങ്കിൽ, ദൈവം തരുന്ന സന്തോഷവും സമാധാനവും ആവോളം ആസ്വദിക്കണമെങ്കിൽ, ഓർക്കുക, ലോകസുഖത്തിൻ്റെ, പാപസുഖത്തിൻ്റെ, ജഡിക സുഖത്തിൻ്റെ, താൽക്കാലികമായ സന്തോഷത്തിൻ്റെ ഏതെങ്കിലും പുറംകുപ്പായം നീ ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ പുറംകുപ്പായത്തെ വലിച്ചെറിയുക എന്നുള്ളതാണ് കർത്താവിൽ നിന്നും അനുഗ്രഹത്തെ സ്വീകരിക്കാനുള്ള യോഗ്യത. അപ്പോൾ മനസ്സിലാക്കൂ, നിന്റെ ജീവിതം ആനന്ദപ്രദമായി തീരണമെങ്കിൽ ഈ ജീവിതത്തെ ദാനമായി തന്ന കർത്താവിനെ മനസ്സിലാക്കണം. കർത്താവിനെ മനസ്സിലാക്കും തോറും കർത്താവിനോട് അടുക്കും തോറും അനുഗ്രഹിക്കും തോറും നിന്റെ ജീവിതം ആനന്ദപ്രദമായി തീരും. കർത്താവ് നിനക്ക് തന്ന അപ്പനാകട്ടെ, അമ്മയാകട്ടെ, ജീവിത പങ്കാളിയാകട്ടെ, മക്കളാകട്ടെ, സഹപ്രവർത്തകരാകട്ടെ, സഹോദരങ്ങളാകട്ടെ, അധികാരികളാകട്ടെ, അവരെല്ലാം നിരപരാധികളാണ്. കഴിഞ്ഞ നാളുകളിൽ നിന്നെ പറഞ്ഞ, നിനക്കെതിരെ ചെയ്ത ഏതെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ നിന്റെ മനസ്സിൽ ഒരു മുറിവായി കിടക്കരുത്. നിന്റെ ഉള്ളിൽ അവരോട് വെറുപ്പും വൈരാഗ്യവുമായി കിടക്കരുത്. ഓർക്കുക, അവരല്ല കർത്താവ് അനുവദിച്ചതാ. എന്തിനനുവദിച്ചു? നീ അവരെ നിരപരാധിയായി കണ്ട് കർത്താവിൽ നിന്ന് കൂടുതൽ അനുഗ്രഹം സ്വീകരിക്കാൻ. ഇന്നലകളിലെ നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, മനുഷ്യരുമായിട്ട് ബന്ധത്തിൽ എവിടെയെങ്കിലും മനസ്സിലാക്കാത്തത് മൂലം നീ മുറിവേറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ ആ മുറിവുകളെല്ലാം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613.
Fax 0091 480 270 8097. Email mail.divinetv@gmail.com. Website www.drcm.org.